Dear students, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഓഫ് അക്യൂഡക്ട്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നോക്കിയിരുന്നു. അതേപോലെ 2 സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. അപ്പം ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ, ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ, ഹെഡ് ലോസസ് ആൻഡ് ബെഡ് ലെവൽസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻ, ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ, ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് ട്രഫ്. അതിനകത്ത് തന്നെ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്നുള്ളത് സൈഫൺ അക്യൂഡക്റ്റിനും കോമൺ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് വന്നാലും ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്. സ്റ്റെപ്പ് 1 ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ ആണ്. ഞാൻ പിക്ചറിൽ റിപ്രസെൻറ്റേഷനിൽ അടിയിലൂടെയാണ് ഡ്രെയിനേജ് വാട്ടർവേ, മുകളിലൂടെയാണ് കനാൽ വാട്ടർവേ എന്നൊക്കെയുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേക്കകത്ത് ഇതായിരുന്നു ഒരു ഇക്വേഷൻ. P = 4.75√Q. മാക്സിമം ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ PS 10 മീറ്റർ അസ്യൂം ചെയ്യണം. തിക്നെസ് ഓഫ് PS 0.622 മീറ്റർ അസ്യൂം ചെയ്യണം. ഇതിൻ്റെ ഇടയിലുള്ള ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഫ്ലൂംഡ് പോർഷൻ്റെ ലെങ്ത്. ഇനി സ്റ്റെപ്പ് 2 ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ. ഈ ഫ്ലൂംഡ് പോർഷൻ്റെ ലെങ്ത് ആണ് ഇതിൻ്റെ അടിയിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനടിയിലൂടെയാണ് ഡ്രെയിനേജ് വാട്ടർവേ പോകുന്നത്. ഈ സ്റ്റെപ്പ് 2 ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ 11 to 22, കോൺട്രാക്ഷൻ ട്രാൻസിഷൻ 33 to 44, 33 to 44. ഇത് എക്സ്പാൻഷൻ ട്രാൻസിഷനാണ്. ഈ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ്റെയും എക്സ്പാൻഷൻ ട്രാൻസിഷൻ്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്ലൂംഡ് പോർഷൻ്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 2:1 ആണ്. ഇവിടെ 3:1 ആണ്. ജസ്റ്റ് നോർമൽ വിഡ്ത്ത് ഓഫ് കനാലും ഫ്ലൂംഡ് വിഡ്ത്ത് ഓഫ് കനാലും നമുക്കറിയാം. അതേപോലെ ഫ്ലൂംഡ് വിഡ്ത്ത് ഓഫ് കനാലും നോർമൽ വിഡ്ത്ത് ഓഫ് കനാലും നമുക്കറിയാം. ഇത് വെച്ചിട്ട് ജസ്റ്റ് ബേസിക് മാത്സ് ആണ്. ഇനി 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെഡ് ലോസസ് ആൻഡ് ബെഡ് ലെവൽസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇതിന് 4ആയിട്ട്, അതായത് കനാലിൻ്റെ പോർഷനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 1, 1, 2, 2, 3, 3, 4, 4. 1 to 2 കോൺട്രാക്ഷൻ, 3 to 4 എക്സ്പാൻഷൻ. ഈ കോൺട്രാക്ഷനോ എക്സ്പാൻഷനോ വരുമ്പോൾ, അതായത് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി വാല്യൂസിനകത്തും വാട്ടർ സർഫസ് വാല്യൂസിനകത്തും ബെഡ് ലെവലിനകത്തും ചേഞ്ചസ് ഉണ്ടാകും. ഇവിടെ ബെഡ് കോൺസ്റ്റൻ്റ് ആയിട്ടല്ല, ഡെപ്ത് ഓഫ് ഫ്ലോ, വാട്ടറിൻ്റെ ഡെപ്ത് ഇപ്പോൾ 1.5 മീറ്റർ ആണെങ്കിൽ ത്രൂ ഔട്ട് ഈ 1, 2, 3, 4 സെക്ഷനിലും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷനിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിനിടയിലുള്ള ബെഡ് ലെവലും വാട്ടർ സർഫസും തമ്മിലുള്ള ഡെപ്ത് എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആയിരിക്കും. ഇത് ഓരോ പോയിന്റിലെയും ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് ബെഡ് ലെവല്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ബെഡ് ലെവൽ വാല്യൂ തന്നിരിക്കും. 4 സെക്ഷൻ മുതലാണ് എടുത്ത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 സെക്ഷൻ കഴിഞ്ഞ് യൂണിഫോം ഫ്ലോ കിട്ടും. ഇവിടെയോ യൂണിഫോം ഫ്ലോ കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ഷനും എക്സ്പാൻഷനും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഫ്ലോ വേരിയേഷൻസ് ഉണ്ടാകും. നോൺ യൂണിഫോം ഫ്ലോ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിന് ശേഷം യൂണിഫോം ഫ്ലോ ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് 4 സെക്ഷനിലെ വാല്യൂസ് കണ്ടുപിടിക്കും. ക്വസ്റ്റ്യനിൽ ബെഡ് ലെവൽ തന്നിരിക്കും. 4 സെക്ഷനിലെ ബെഡ് ലെവൽ വാല്യൂ ആണ്. നോർമൽ കനാൽ ബെഡ് ലെവൽ തന്നിരിക്കും. ആ ബെഡ് ലെവൽ വാല്യൂവിൻ്റെ കൂടെ ഡെപ്ത് ഓഫ് ഫ്ലോ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ സർഫസ് കിട്ടും. അതിൻ്റെ കൂടെ ഈ കറസ്പോണ്ടിങ് പോയിന്റിലെ വി വാല്യൂ വെച്ചിട്ട് V²/2g കിട്ടുമ്പോൾ കൈനറ്റിക് എനർജി ഹെഡും കൂടെ കിട്ടും. ആ കൈനറ്റിക് എനർജി ഹെഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വാല്യൂ, വാട്ടർ സർഫസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വാല്യൂ ആണ്. അതിൻ്റെ കൂടെ V²/2g കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി ലൈൻ കിട്ടും. ഇനി ഇത് കണ്ടുപിടിച്ചതിന് ശേഷം 3 V കാണും, V3²/2g കാണും, വാട്ടർ സർഫസ് വാല്യൂ കാണും, ബെഡ് ലെവൽ കാണും. ഇവിടെ നിന്നുള്ള എക്സ്പാൻഷൻ കൊണ്ടുണ്ടാകുന്ന ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂസ് എല്ലാം ബെഡ് ലെവൽ വാല്യൂ, വാട്ടർ സർഫസ് വാല്യൂ, ടോട്ടൽ എനർജി ലൈൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ 2 സെക്ഷനിലെ വി വാല്യൂ കണ്ടുപിടിക്കും, V²/2g കണ്ടുപിടിക്കും. ഇവിടം വരെ എത്രത്തോളം ഹെഡ് ലോസ് ഉണ്ടായി എന്നുള്ള ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്യും. അതിന് ശേഷം
ഇവിടുത്തെ ടോട്ടൽ എനർജി ലൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, വാട്ടർ സർഫസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, ബഡ് ലെവലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി 1 വി സ്ക്വയർ ബൈ 2g കണ്ടുപിടിക്കും, അതായത് v1 സ്ക്വയർ ബൈ 2g കണ്ടുപിടിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹെഡ് ലോസ് കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കും, വാട്ടർ സർഫസ് കണ്ടുപിടിക്കും, ബെഡ് ലെവൽ കണ്ടുപിടിക്കും. ഇവിടെ മാത്രം ആദ്യം ബെഡ് ലെവൽ, പിന്നെ ഡെപ്ത് ഓഫ് ഫ്ലോ ആഡ് ചെയ്യും, പിന്നെ വി സ്ക്വയർ ബൈ 2g അതായത് v4 സ്ക്വയർ ബൈ 2g വെച്ച് ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കും. ഇവിടുത്തെ കേസിൽ ഇതിൻ്റെ കൂടെ ഈ ഹെഡ് ലോസ് വാല്യൂ ആഡ് ചെയ്ത് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 3 കണ്ടുപിടിക്കും. അതിൽ നിന്ന് v3 സ്ക്വയർ ബൈ 2g മൈനസ് ചെയ്ത് വാട്ടർ സർഫസ് ലെവൽ കണ്ടുപിടിക്കും. അതിൽ നിന്ന് ഡെപ്ത് ഓഫ് ഫ്ലോ മൈനസ് ചെയ്ത് ബെഡ് ലെവൽ കണ്ടുപിടിക്കും. ഈ പോർഷനിലേക്കോ ഇവിടുത്തെ ടോട്ടൽ എനർജി ലൈൻ്റെ വാല്യൂവിൻ്റെ കൂടെ ഹെഡ് ലോസ് ആഡ് ചെയ്യും. അതിൽ നിന്ന് v2 സ്ക്വയർ ബൈ 2g മൈനസ് ചെയ്യും. അപ്പോൾ വാട്ടർ സർഫസ് ഡെപ്ത് കിട്ടും. ഇതിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടി ഡെപ്ത് ഓഫ് ഫ്ലോ മൈനസ് ചെയ്യും. ഇനി 1 സെക്ഷനിൽ ടോട്ടൽ എനർജി ലൈൻ കിട്ടാൻ വേണ്ടി ടോട്ടൽ എനർജി ലൈൻ വാല്യൂ അറ്റ് 2 പ്ലസ് ലോസ് ഓഫ് ഹെഡ് ഇൻ 1 to 2 ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ നിന്ന് വി സ്ക്വയർ ബൈ 2g മൈനസ് ചെയ്യുമ്പോൾ വാട്ടർ സർഫസ് ലെവൽ കിട്ടും. അതിൽ നിന്ന് ഡെപ്ത് ഓഫ് ഫ്ലോ മൈനസ് ചെയ്യുമ്പോൾ ബെഡ് ലെവൽ കിട്ടും. ഇനി സ്റ്റെപ്പ് 4 ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ. ഡിസൈൻ ഓഫ് ട്രാൻസിഷനകത്ത് 2 സ്റ്റെപ്പുണ്ട്, കോൺട്രാക്ഷൻ ട്രാൻസിഷനും എക്സ്പാൻഷൻ ട്രാൻസിഷനും. അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് മിത്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ. നിങ്ങൾ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ കണ്ടിരുന്നു 1 to 2 3 to 4 ആണ് എക്സ്പാൻഷൻ ട്രാൻസിഷൻ. അപ്പോൾ ഇതിൻ്റെ നോർമൽ, അതായത് നോർമൽ എന്ന് പറഞ്ഞാൽ ട്രപ്പിസോയിഡൽ സെക്ഷൻ ഉണ്ടല്ലോ, കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സെക്ഷൻ, ആ നോർമൽ സെക്ഷനിലെ വിഡ്ത്താണ് BN. ഇത് ഫ്ലൂംഡ് പോർഷനിലെ വിഡ്ത്താണ് BF. ഓരോ പർട്ടിക്കുലർ കോൺട്രാക്ഷൻ ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള ഓരോ പർട്ടിക്കുലർ പോയിന്റിലെയും വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യല. വിഡ്ത്ത് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഫ്ലൂംഡ് പോർഷൻ Bx is equal to BN normal width of canal into flumed width of canal into length of flume this one divided by length of flume into BN minus x distance from flumed portion to corresponding section x into BN minus BF. ഇത് വെച്ചിട്ട് ഓരോ കറസ്പോണ്ടിങ് 0 ഇതേ വാല്യൂ തന്നെയായിരിക്കും. 2 മീറ്റർ മാറിയിട്ട് ദാ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 4 മീറ്റർ ഇവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എക്സെട്ര. എവിടം വരെ വേണോ അവിടം വരെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതേപോലെ തന്നെ എക്സ്പാൻഷൻ ട്രാൻസിഷനകത്ത് BF എന്ന് പറയുന്നത് ഫ്ലൂംഡ് പോർഷൻ്റെ വിഡ്ത്ത്, BN എന്ന് പറയുന്നത് നോർമൽ, BF എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ് അവിടുത്തെ പോർഷൻ, അതിൻ്റെ വിഡ്ത്ത്. ഇത് ട്രപ്പിസോഡൽ പോർഷൻ്റെ വിഡ്ത്ത്, നോർമൽ വിഡ്ത്ത്. ഇനി ഓരോ പോയിന്റ് കഴിയുമ്പോഴും ഉള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് Bx ഈസ് ഈക്വൽ ടു BN BF ഇൻറ്റു LF ഡിവൈഡഡ് ബൈ LF ഇൻറ്റു BN മൈനസ് എക്സ് ഇൻറ്റു BN മൈനസ് BF. ഇക്വേഷൻ വെച്ച് ടാബുലർ കോളം വരയ്ക്കുക, വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5-നകത്ത് കുറച്ച് അധികം ഡിസ്ക്രിപ്ഷനും ഈ ഒരു ഫിഗറും മാത്രമേ വരയ്ക്കാനുള്ളൂ. 1. ട്രഫ് ഷാൾ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ഇഫ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ 5 മീറ്റർ. 5 മീറ്ററിന് താഴെയാണ് എങ്കിൽ ഒറ്റ കമ്പാർട്ട്മെൻറ്റ് മതി, ഈ ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റ് മതി. 5 മീറ്ററിൽ കൂടുതലാണ്, 6 മീറ്ററാണ് ടോട്ടൽ ട്രഫിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂംഡ് പോർഷൻ പറഞ്ഞില്ലേ, ആ ഫ്ലൂംഡ് പോർഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ ഇത് ഓരോന്നും 3 മീറ്റർ ആയിരിക്കും. ഈ പ്രോബ്ലത്തിൽ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ 10 മീറ്ററാണ്, അതുകൊണ്ട് 5 കൊടുത്തു.
12 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, 3 കമ്പാർട്ട്മെന്റ്സ് എടുക്കും. 4 മീറ്റർ 4 മീറ്റർ 4 മീറ്റർ വെച്ചിട്ടുള്ള 3 കമ്പാർട്ട്മെന്റ്സ് എടുക്കും. അല്ലാതെ 6 എടുക്കില്ല. മാക്സിമം കമ്പാർട്ട്മെന്റിന്റെ മാക്സിമം വിഡ്ത്ത് ലിമിറ്റഡ് ടു 5 മീറ്റർ ആണ്. പ്രൊവൈഡ് ഇൻസ്പെക്ഷൻ റോഡ് ഓൺ ടോപ്പ് ഓഫ് 1 കമ്പാർട്ട്മെന്റ്. ഇവിടെ ലെഫ്റ്റ് കമ്പാർട്ട്മെന്റിലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്താൽ മതി. അവിടെ ഒരു ഹാൻഡ് റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് എ ഫ്രീ ബോർഡ് ഓഫ് 0.6 മീറ്റർ എബോവ് ദി നോർമൽ വാട്ടർ ഡെപ്ത്. അതായത് ഈ ഇൻസ്പെക്ഷൻ റോഡും വാട്ടർ സർഫസും നോർമൽ വാട്ടർ സർഫസുമായിട്ടുള്ള ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് മിനിമം 0.6 മീറ്റർ എങ്കിലും കൊടുക്കണം. പ്രൊവൈഡ് തിക്നെസ് ഓഫ് വാൾസ്, അതായത് ഈ ഔട്ടർ വാൾസ് 0.4 മീറ്റർ കൊടുക്കണം. ഇൻ്റർമീഡിയറ്റ് വാൾ ഈ പോർഷൻ 0.3 മീറ്റർ കൊടുക്കണം. അതേപോലെ ബോട്ടം സ്ലാബ് തിക്നെസ് എന്ന് പറയുന്നത് 0.4 മീറ്റർ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ഫിഗറാണ്, നമ്മുടെ ഡിസൈനിൽ വരയ്ക്കേണ്ട ഒരു ഫിഗറാണ്. അതേപോലെ 2 ഫിഗറും കൂടെ ഉണ്ട്. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണം. അത് കഴിഞ്ഞ് ഡ്രോയിങ് വരയ്ക്കുകയും വേണം.